എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളർ പേപ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ വീട്ടിൽ കളർ പേപ്പർ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറേ പേരെടുത്ത് വൈറ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വൈറ്റ് പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് കളർ പേപ്പർ ആക്കാമെന്ന് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റാണ്, ദയവ് ചെയ്ത് വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാനതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മിസ്സായി പോകും. അപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളർ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് സാനിറ്റൈസറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഉള്ള ഒരു സംഭവമാണ് ഈ സാനിറ്റൈസർ. അപ്പോൾ സാനിറ്റൈസറാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് സാനിറ്റൈസർ എടുക്കുന്നുണ്ട്. യെല്ലോ കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെയുള്ള മഞ്ഞൾ പൊടിയാണ് എടുക്കുന്നത്. അപ്പം ഈ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിലായിരിക്കണം. അതായത് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സാനിറ്റൈസർ കൂടിപ്പോവാനും പാടില്ല, അതുപോലെ സാനിറ്റൈസർ കുറഞ്ഞു പോകാനും പാടില്ല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ കളർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്ന് വൈറ്റ് പേപ്പറിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ഇതിൻ്റെ മേലെ, പേപ്പറിൻ്റെ മേലെ വരും. അത് കുഴപ്പമില്ല, അത് ഞാൻ എങ്ങനെയാണ് കളയേണ്ടതെന്നുള്ളത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ ഒരു ഓയിലി പോലെയാണ് ഉണ്ടാവുക. ഓയിലി എന്ന് വെച്ചാൽ പേപ്പറിൽ ഇത് പെട്ടെന്ന് സ്പ്രെഡായി കിട്ടും. കാരണം ഇത് ആൽക്കഹോളാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ പെട്ടെന്ന് സ്പ്രെഡായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പേപ്പറിൽ ഇത് മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനെടുത്ത അളവ് വളരെ കുറവാണ്. അപ്പം അത് ഫിനിഷ് ആവുന്നതിനനുസരിച്ചിട്ട് ഞാൻ റീഫിൽ ചെയ്തിട്ടാണ് ഈ ഒരു പേപ്പർ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് പേപ്പറിൻ്റെ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ നെക്സ്റ്റ് സൈഡ്, ബാക്കിലത്തെ സൈഡും കൂടെ ഇതേപോലെ ഒന്ന് മൊത്തമായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെയിൻറ്റ് എവിടെയെങ്കിലും കുറവായിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരു സ്ഥലം ഡാർക്ക് ആവുകയും വേറൊരു സ്ഥലം ലൈറ്റ് ആവുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് കളറ് വരുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേപ്പറിൽ മൊത്തമായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഫുഡ് കളറാണ്. ലിക്വിഡ് ഫുഡ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ട്രയലായിരുന്നു. നേരത്തെ പൗഡറാണല്ലോ എടുത്തത്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പം ഇതും ഇതുപോലെ ഈക്വൽ എമൗണ്ടിൽ എടുക്കണം. അപ്പം നമുക്കൊരു ജെൽ ഫോമിലാണ് കിട്ടേണ്ടത്. ഞാനിത് ഗ്രീൻ കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ പേപ്പറിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം രണ്ട് സൈഡിലും, ബാക്കിലും ഫ്രണ്ടിലും മൊത്തമായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈറ്റായിട്ട് തോന്നുന്ന ഭാഗങ്ങളിൽ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രീൻ പേപ്പറും റെഡി ആയിട്ടുണ്ട്. എനിക്കിത് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായി ഈ ഒരു മെത്തേഡ്. ഞാൻ പറഞ്ഞ പോലെ ഒരു പരീക്ഷണമായിരുന്നു. അപ്പം സക്സസ് ആയി.
അപ്പോൾ ഇനി ഇതും ഉണങ്ങാൻ വെക്കാം. നെക്സ്റ്റ് ഞാൻ ഈ സെയിം മെത്തേഡിൽ തന്നെ ഒരു റെഡ് പേപ്പറും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, സെയിം മെത്തേഡ് തന്നെയാണ്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെച്ചിട്ട് ഉണങ്ങി കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ യെല്ലോ പേപ്പർ ഇതുപോലെയാണ് ഉള്ളത്. അതായത് ഇതിൻ്റെ മേലെ ഇങ്ങനെ ആ മഞ്ഞളുടെ പൊടി കിടപ്പുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തത്. ടിഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലോത്ത് എടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക. അപ്പം പേപ്പർ കീറിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ തുടച്ചെടുക്കുമ്പം ആ ഒരു പോർഷൻ കണ്ടോ, നല്ല വൃത്തിയായി വന്നിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ പേപ്പർ ഫുള്ളായിട്ട് ഈ മഞ്ഞളുടെ പൊടികൾ ഉള്ള സ്ഥലം മൊത്തമായിട്ടൊന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേപ്പർ ക്ലിയർ ആവും. ഗ്രീൻ പേപ്പർ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണുള്ളത്. ഇതുപോലെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. കളർ മിക്സിംഗ് ഒക്കെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പേപ്പറിലെ ചുളിവ് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.